എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മുടെ കുരിമുകളിൽ നമുക്ക് 2 നില വീട് നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുതിയൊരു വില്ല പ്രോജക്റ്റാണ്. അപ്പോൾ ഇവിടെ ഏകദേശം ഒരു 20 വീട് ലഭിച്ചിട്ടുണ്ട്. അതിൽ ഏകദേശപ്പെട്ട വീടെല്ലാം നമുക്ക് സെയിലായിട്ടുണ്ട്. എല്ലാ വീട്ടിലും നമുക്ക് ആൾ താമസം കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഈ വീട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് 4 സെൻറ്റിൽ 1700 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. 3 വലിയ ബെഡ്റൂം, നമുക്ക് 13 3 വലിയ ബെഡ്റൂം വരുന്നുണ്ട്. 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. അതേപോലെ നമുക്ക് ഫ്രണ്ടിൽ വലിയൊരു കാർ ഇടാൻ പറ്റിയ സ്പേസും കാര്യങ്ങളും വരുന്നുണ്ട്. ഈ വീട് ചെയ്യുന്ന നമുക്ക് കണ്ടംപററി ഡിസൈനിലാണ് നമ്മൾ വീടും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. അതേപോലെ നമുക്ക് വൈറ്റ്, നമുക്ക് പെയിൻറ്റിംഗ് ഉപയോഗിക്കുന്ന വൈറ്റാണ്. അതുപോലെ നമുക്ക് ഫ്രണ്ടിൽ 2 കോട്ട് പുട്ടിയും കാര്യങ്ങളും ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ടിൽ ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഗ്രാസും കാര്യങ്ങളും നമുക്ക് ഫ്രണ്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഗേറ്റ് വരുന്നത് നമുക്ക് 2 വലിയ ഗേറ്റാണ് വരുന്നുണ്ട്. നമുക്ക് ഒരു സ്ലൈഡിംഗ് ഗേറ്റും വലുത് വരുന്നുണ്ട്. നമുക്ക് ഫ്രണ്ടിൽ ഒരു നോർമൽ ഗേറ്റും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലൊക്കെ നമുക്ക് നല്ല സ്പേസാണ്. നമ്മുടെ വീടിൻ്റെ 4 സൈഡും നമുക്ക് നല്ല സ്പേസാണ് കേട്ടോ. അതുപോലെ നമുക്ക് കിണർ വരുന്ന ഫ്രണ്ടിലാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ഗാർഡൻ വർക്ക്, നമുക്ക് ചെറിയ രീതിയിൽ ഗാർഡൻ വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഈ വീട് ചെയ്തിരിക്കുന്നത് നമുക്ക് വാസ്തു പ്രകാരമാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ വീട് നിൽക്കുന്നത് നമുക്ക് കിഴക്ക് ദർശനമാണ്. നമ്മുടെ ഫ്രണ്ടിൽ വുഡും കാര്യങ്ങളൊക്കെ വരുന്ന പ്ലാവാണ്. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിൽ നമ്മൾ ഗ്ലാഡിംഗ് വർക്ക്, നമ്മളെ ഗ്ലാഡിങ് ചെയ്തിരിക്കുന്നത് നമ്മളെ കൊത്തുകല്ലാണ് ഗ്ലാഡിംഗ് വർക്കിനും കാര്യങ്ങളും ഉപയോഗിക്കുന്നത്. അതുപോലെ നമുക്ക് ഇതിൻ്റെ പോളിഷും കാര്യങ്ങളും ചെയ്യാണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് പോളിഷും കാര്യങ്ങളും ചെയ്യാണ്ട്. അതുപോലെ നമുക്ക് ഇതിൽ ലൈനും കാര്യങ്ങളൊക്കെ നമുക്ക് വരയ്ക്കാണ്ട്. അതുപോലെ ഫ്രണ്ടിൽ വുഡും കാര്യങ്ങളൊക്കെ നമുക്ക് പോളിഷാണ് വരുന്നത്, പ്ലാവാണ്. അതുപോലെ നമുക്ക് ഫുൾ പോളിഷും കാര്യങ്ങളാണ് വരുന്നത്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് 57 ലക്ഷം രൂപയാണ് കേട്ടോ. ഇത് നമുക്ക് നെഗോഷ്യബിൾ ആണ്. 80% ഹോം ലോണും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീട്ടിൽ നിന്ന് നമുക്ക് തമ്പാനൂർ വരെ പോകാൻ വേണ്ടി നമുക്ക് 13 കിലോമീറ്റർ വരുന്നുണ്ട്. നമുക്ക് എയർപോർട്ട് പോകാൻ 15 കിലോമീറ്റർ, നമുക്ക് നേമം പോകാൻ 6 കിലോമീറ്ററാണ് വരുന്നത്. ഈ വീട് നിൽക്കുന്നത് നമ്മുടെ കുരിമോൾ മെയിൻ ജംഗ്ഷനിൽ നിന്ന് ഒരു 200 മീറ്റർ മാറിയാണ് നമുക്കൊരു വലിയ വില്ല പ്രോജക്റ്റിനകത്താണ് നമുക്ക് ഈ വീട് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ അകത്തോട്ടോ. ഫ്രണ്ടിലെ ഡോർ വന്നിട്ട് ഫുൾ പ്ലാവാണ്. അതുപോലെ നമുക്ക് ഇതിൽ പോളിഷും കാര്യങ്ങളും നമ്മൾ നല്ല ക്ലിയർ ആയിട്ടുള്ള പോളിഷും കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഡിസൈൻ വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന നമ്മുടെ ഹാൾ വന്നിട്ട് നമുക്ക് വലിയൊരു ഹാൾ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് വലിയ രീതിയിൽ TV യൂണിറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഡൈനിങ് സെക്ഷൻ നമുക്ക് സെപ്പറേറ്റ് ആണ് വരുന്നത്. നമുക്ക് ഹാളിൽ നമുക്ക് 4 സീലിംഗ് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇതിൽ ചെയ്തിരിക്കുന്നത് നമുക്ക് പ്രൊഫൈൽ ലൈറ്റാണ്. നമുക്ക് 2 കളർ കോമ്പിനേഷനിലാണ് പ്രൊഫൈൽ ലൈറ്റും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. നമ്മുടെ TV യൂണിറ്റ് വന്നിട്ട് നമുക്ക് 60 ഇഞ്ച് TV വരെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റിയ വലിയൊരു TV യൂണിറ്റാണ്. അതുപോലെ തന്നെ ഇതിൽ കബോർഡിൽ നമുക്ക് നല്ല സ്പേസും കാര്യങ്ങളും വരുന്നുണ്ട്. കബോർഡിൽ അകത്ത് നമ്മുടെ കളറും കാര്യങ്ങളൊക്കെ വരുന്നത് ഫുൾ വൈറ്റാണ്. വീട്ടിനകം ഫുള്ളും നമുക്ക് വൈറ്റാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈനിങ് സെക്ഷൻ വന്നിട്ട് നമുക്ക് വലിയൊരു ഡൈനിങ് സെക്ഷൻ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് വാഷ് ബേസ്, നമുക്ക് വലിയൊരു വാഷ് ബേസും കാര്യങ്ങളും വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് നല്ല ലക്ഷറി ലുക്കിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് ഈ സ്റ്റെയറിൻ്റെ അടിയിലാണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ പോയിൻറ്റും കാര്യങ്ങളും വരുന്നത്. അതുപോലെ നമുക്ക് HD ബോർഡാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ നമ്മൾ പെയിൻറ്റ് ചെയ്ത് വുഡിൻ്റെ ഡിസൈൻ വരച്ച് ഇതിൽ നമ്മൾ ക്ലിയർ ആണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അകത്താണ് നമുക്ക് ഇൻവെർട്ടറിൻ്റെ പോയിൻറ്റും കാര്യങ്ങളും വരുന്നത്. നമ്മുടെ ഹാളിൽ നിന്ന് അടുത്ത് വരുന്നത് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂമാണ്, നമ്മുടെ കന്നി ബെഡ്റൂമാണ്. ഈ ബെഡ്റൂം സൈസ് വന്നിട്ട് നമുക്ക് 13x11 നമ്മുടെ ബെഡ്റൂം സൈസ് വരുന്നത്. ഇവിടെ നമുക്ക് വലിയ രീതിയിൽ കബോർഡ് വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. AC പോയിൻറ്റും നമ്മുടെ വാഷ്റൂമിൽ ഹീറ്റർ പോയിൻറ്റും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 4x2 ടൈലാണ് വരുന്നത്. ഇവിടെ നമുക്ക് അപ്പൂസ് വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമ്മുടെ കബോർഡിലൊക്കെ നമുക്ക് നല്ല സ്റ്റോറേജാണ് വരുന്നത്. ഇതൊക്കെ നമ്മുടെ കബോർഡ് വന്നിട്ട് കബോർഡൊക്കെ നമുക്ക് നല്ല ക്വാളിറ്റി തന്നെ കബോർഡും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അകത്തെ ഡോറും കാര്യങ്ങളൊക്കെ വരുന്നത് തന്നെ ഫുൾ പോളിഷാണ്. ഇത് നമുക്ക് ക്ലിയർ ആണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം വന്നിട്ട് നമുക്ക് വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. അതുപോലെ നമുക്ക് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ടൈലും കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് നല്ല ഫിറ്റിങ്സ് നല്ല ഹൈ ക്വാളിറ്റി സാധനങ്ങളാണ് നമ്മൾ ഫിറ്റിങ്സിന് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ വാഷ്റൂമൊക്കെ നമുക്ക് നല്ല സ്പേസാണ് വരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് വരുന്നത് നമ്മുടെ കിച്ചണാണ് കേട്ടോ. നമുക്കൊരു ഓപ്പൺ കിച്ചണായിട്ട് ഉപയോഗിക്കാം, നമ്മൾ നോർമൽ കിച്ചണായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു കിച്ചണാണ്. നമുക്കിവിടെ വലിയൊരു കിച്ചണാണ് വരുന്നത്. അതുപോലെ നമുക്ക് നല്ല സ്പേസാണ് കേട്ടോ. കിച്ചണിൽ നല്ല സ്പേസാണ്. അതേപോലെ നമുക്ക് നല്ല സ്റ്റോറേജും കാര്യങ്ങളും വരുന്നുണ്ട്. നമ്മുടെ കിച്ചണിലെ ഫ്ലോർ ടൈലൊക്കെ വന്നിട്ട് നമ്മൾ നല്ല ഗ്രിപ്പുള്ള ടൈലാണ്. അതേപോലെ നമുക്കിത് വുഡിൻ്റെ ഡിസൈൻ വരുന്ന ടൈലും കാര്യങ്ങളും ഇവിടെ നമുക്ക് അപ്പോസ് വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് കബോർഡൊക്കെ നമുക്ക് നല്ല സ്റ്റോറേജാണ്. അതേപോലെ നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ കിച്ചണും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കിച്ചണിൻ്റെ ബാക്കിൽ നമുക്ക് വർക്ക് ഏരിയ ഇറക്കാനുള്ള സ്പേസ് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ബാക്ക് സൈഡിൽ നമുക്ക് നല്ല സ്ഥലവും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ വർക്ക് ഏരിയ ഇറക്കാനുള്ള സ്പേസും വരുന്നുണ്ട്. നമ്മുടെ ബാക്കിലാണ് നമുക്ക് നനകല്ലും കാര്യങ്ങളും വരുന്നത്. ബാക്കിലാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ പോയിൻറ്റും കാര്യങ്ങളും വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബാക്കിൽ നമുക്ക് ചെറിയ ഗാർഡൻ വർക്കും കാര്യങ്ങളും ചെയ്യാണ്ട്. അതുപോലെ നമുക്ക് വേസ്റ്റും കാര്യങ്ങളും കത്തിക്കാനായിരുന്നാലും ബാക്കിലതിനുള്ള സ്പേസും വരുന്നുണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് സൈഡ് വന്നിട്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഹാളിൽ നിന്ന് നമുക്ക് 2ാമത്തെ ഫ്ലോറിലോട്ടുള്ള സ്റ്റെയറാണ്. നമുക്ക് ഡൈനിങ് സെക്ഷനിൽ നിന്നാണ് നമുക്ക് 2nd ഫ്ലോറിലോട്ട് വന്നാൽ സ്റ്റെയറും കാര്യങ്ങളും വരുന്നത്. അതുപോലെ നമുക്ക് സ്റ്റെയറിൽ ഹാൻഡ്രലും കാര്യങ്ങളും ചെയ്യുന്നത് സ്റ്റീലാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ 2nd ഫ്ലോർ വന്നിട്ട്. ഇവിടെ നമുക്ക് ഹാൾ വരുന്നത് വലിയൊരു ഹാൾ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 2 ബെഡ്റൂമാണ് വരുന്നത്.
അതുപോലെ നമുക്ക് ഹാളിൽ നമുക്ക് നല്ല സ്പേസാണ് വരുന്നത്. നമുക്ക് ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ്റെ പോയിൻറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഫ്ലോർ ഹാളിൽ നിന്ന് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ബെഡ്റൂം. വലിയൊരു ബെഡ്റൂം വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വലിയൊരു കബോർഡ് വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൽ നമുക്ക് സ്പോട്ട് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന കളർ നിന്ന് ഫാം ലൈറ്റാണ്. അകത്ത് നമുക്ക് ഫുൾ വൈറ്റ് ആണ്. അതിൻ്റേതായിട്ടുള്ള നമുക്ക് ക്ലാസിക് ലുക്കും കാര്യങ്ങളും തരുന്നുണ്ട്. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം വന്നിട്ട്. നമുക്ക് വാഷ്റൂം നല്ല വലിയൊരു വാഷ്റൂമാണ്. ഇവിടെ നമുക്ക് അപ്പോസ് വർക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഹീറ്റർ പോയിന്റ് ചെയ്തിട്ടുണ്ട്. 3 ബെഡ്റൂമിൽ നമ്മൾ AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഹാളിൽ നിന്ന് അടുത്ത് വരുന്ന നമുക്ക് 3ാമത്തെ ബെഡ്റൂമാണ്. അപ്പോൾ ഇതാണ് നമ്മളെ 3ാമത്തെ ബെഡ്റൂം. ഇത് നമുക്ക് 13x13 വലിയൊരു ബെഡ്റൂമാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കബോർഡ് വലിയ രീതിയിൽ കബോർഡ് വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. അപ്പോൾ ഈ വാഷ്റൂം വന്നിട്ട് നമുക്ക് വലിയൊരു വാഷ്റൂമാണ്. ഇവിടെ ഫിറ്റിങ്സിന് നമ്മൾ ഹൈ ക്വാളിറ്റി സാധനങ്ങളാണ് ഫിറ്റിങ്സ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ബെഡ്റൂമിൽ നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഹാളിൽ നിന്ന് അടുത്ത് വരുന്നതെന്ന് നമുക്ക് ബാൽക്കണിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാൽക്കണി വന്നിട്ട്. നമുക്ക് ബാൽക്കണി നമുക്ക് നല്ല സ്പേസാണ്. ഇവിടെ നമുക്ക് ചെറിയ രീതിയിൽ സോഫാനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഫോർ സീലിംഗ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമുക്കിവിടെ നല്ല ആംബിയൻസ് ആണ്. സന്ധ്യയ്ക്ക് നമുക്ക് നല്ല കാറ്റും കാര്യങ്ങളാണ്. അതേപോലെ ഈ വില്ലയ്ക്കത്തുള്ള ഏകദേശം ഇവിടെ വീട്ടിലെല്ലാം നമുക്ക് ആൾതാമസം കാര്യങ്ങളും ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ടെറസിലോട്ട് പോകാനുള്ള സ്റ്റെയറാണ്. നമ്മുടെ ഹാളിൽ നിന്ന് ടെറസിലോട്ടുള്ള സ്റ്റെയറാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റെയർ വന്നിട്ട്. നമ്മുടെ ഹാളിൻ്റെ സൈഡിൽ കൂടിയാണ് നമുക്ക് സ്റ്റെയർ വരുന്നത്. നമ്മുടെ ടെറസ് വന്നിട്ട് ഇതാണ്. വലിയൊരു ടെറസാണ് വരുന്നത്. നമുക്ക് ടാങ്ക് വന്നിട്ട് 750 ലിറ്ററിൻ്റെ ഒരു വലിയ ടാങ്കാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ വാട്ടർ പ്രൂഫിങ് കാര്യങ്ങളെല്ലാം ചെയ്താണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. നമുക്ക് ഈ വീട് നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് മച്ചേൽ കുരിമോളാണ്. നമ്മുടെ കുരിമോൾ ജംഗ്ഷനിൽ നിന്ന് 200 മീറ്റർ മാറിയാണ് വീട് നിൽക്കുന്നത്. ഒരു വലിയൊരു വില്ല പ്രോജക്റ്റാണ്. ഇവിടെ ഏകദേശം ഒരു 20 വീട് അടുപ്പിച്ച് നമുക്ക് സെയിലുണ്ടായിരുന്നു. ഇവിടെ ഒരു 80% വീട് നമുക്ക് സെയിലായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എല്ലാ വീട്ടിലും നമുക്ക് ആൾതാമസം കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഈ ഏരിയ ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ്. അപ്പോൾ ഈ വീട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് 4 സെൻറ്റാണ്. അതുപോലെ തന്നെ 1700 സ്ക്വയർ ഫീറ്റാണ്. 3 ബെഡ്റൂമാണ്. 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്. ലൈൻ കണക്ഷൻ വരുന്നുണ്ട്. വീട് ചോദിക്കുന്ന വാസ്തുപ്രകാരമാണ്. അതുപോലെ നമുക്ക് കിഴക്ക് ദർശനമാണ്. ഈ വീടിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 57 ലക്ഷം രൂപയാണ്. ഇത് നമുക്ക് നെഗോഷ്യബിൾ ആണ്. 80% ഹോം ലോണും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീട് വാങ്ങാൻ ആർക്കും താല്പര്യം ഉണ്ടെങ്കിലും അതുപോലെ തന്നെ ഈ വീടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടി താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നുള്ളൂ. അടുത്ത് നമുക്കൊരു പുതിയൊരു വില്ല പ്രോജക്റ്റ് ആയിട്ട് കാണാം. അതുവരെയ്ക്ക് എല്ലാവർക്കും ബൈ.